ഗുഡ് ഈവനിങ് ഓൾ. പോസിറ്റീവ് കമ്മ്യൂണിലെ ഒരു പ്രഗത്ഭ സാന്നിധ്യമായിട്ടാണ് അഡ്വക്കേറ്റ് സൈബി ജോസ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗ്രേസ് സെന്റർ ഫോർ ഹാപ്പിനെസ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് സൈബി ജോസ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മെന്റർ, ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആണ് ഇദ്ദേഹം. കണ്ടപ്പോഴും കേട്ടപ്പോഴും കൂർമ്മതയുള്ള ചിന്താശക്തി കേന്ദ്രമായിട്ടാണ് സൈബിയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ വാശിയേറിയ ട്രെയിനർ പോരാട്ടത്തിൽ ഫ്യൂയേഗോ എന്ന പേരിൽ ഒരു വിഷയം, ഓൺ ഫയർ എന്നർത്ഥം വരുന്ന സ്പാനിഷ് വാക്കിലാണ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത്. ഇന്ന് വോൾവറ പെൻസാർ എന്ന സ്പാനിഷ് പദത്തിൽ എന്താണെന്ന് കാണുവാൻ ആകാംക്ഷയോടെ എത്തിയിരിക്കുന്നവർക്ക് തീർച്ചയായും വിജ്ഞാന പ്രാവീണ്യത്തിൽ മുൻപിൽ തന്നെ വിരാജിക്കുന്ന സൈബി ശരിയായി വീണ്ടും വിചാരം തന്നെയായിരിക്കും തരിക എന്നുറപ്പാണ്. ചിലപ്പോൾ ഇരുട്ടായ ആകാശത്തിൽ വിശ്വാസത്തിൻ്റെ പടവുകൾ, അത് സൈബിയുടെ പുസ്തകമാണ് കേട്ടോ, ഉള്ളിൽ കത്തിക്കുന്ന ഫയർ ഫുയേഗോ നമ്മെ ലെജൻഡ് ആക്കുവാൻ പോകുന്നവയാണെന്നാണ് മത്സരവേളയിൽ സൈബി പറഞ്ഞു വെച്ചത്. BA ലോ, LLB, LLM എന്നീ നിയമബിരുദങ്ങൾ നേടിയിട്ടുള്ള സൈബി ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc സൈക്കോളജി കഴിഞ്ഞ് കോട്ടയിലാണ് സ്ഥാപനം നടത്തുന്നത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോൺ ഡേവിസ് ആണ് ഭർത്താവ്. 3 മക്കളും മിടുക്കി പെൺകുട്ടികൾ, 2 അമ്മമാരും ചേർന്ന രസക്കൂടാണ് ഇവരുടെ കുടുംബം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ചാലക്കുടിക്കാരിയുടെ വാക്കുകൾ കേൾക്കാൻ ഏവരും തയ്യാറായിട്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് സൈബിയുടെ ചിന്തകൾ ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദ മൈക്ക് ഈസ് യുവേഴ്സ്, സൈബി ജോസ്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കാലോ അല്ലേ? ഇവിടെ എന്റെ ശബ്ദത്തേക്കാൾ ശബ്ദത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും മനോഹരമായ ഒരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ അധ്വാനം എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പുതിയ അറിവിന്റെ കലവറയിൽ നിറയ്ക്കാൻ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ അറിവിന്റെ ഒരു ഇത്തിരി വെളിച്ചം എനിക്ക് പകരാനാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതിനെനിക്ക് വഴി തെളിച്ചു തന്നത് ബേബി ജോൺ സാറ്, പോൾ പടയാട്ടി സാറ്, PV ജോസഫ് സാറ്, ഇവർക്കൊക്കെ ആദ്യമേ തന്നെ ഒരു ബിഗ് താങ്ക്സ്. സാറ് പരിചയപ്പെടുത്തിയ പോലെ ഞാൻ ചാലക്കുടിക്കാരിയാണ്. അറിയാം, കലാഭവൻ മണിയുടെ നാടാണ് അല്ലേ? ഓക്കെ. എന്റെ വീട്ടിൽ നിന്ന് ചാലക്കുടിയിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ടൗണിലുള്ള സ്കൂളിൽ നിന്ന് എനിക്കൊരു കോള് കിട്ടി. 10 മണിക്ക് സ്കൂളില് അത്യാവശ്യമായിട്ട് വരണം. അവിടുത്തെ HM ആണ് വിളിക്കുന്നത്. അത്യാവശ്യമായിട്ട് വരണം, ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് വേണം സിസ്റ്ററിന് വേറൊരു പരിപാടിക്ക് പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞു 10 മണിക്ക് എത്തണം. ഓക്കെ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഞാൻ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 9:20. എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. ഏകദേശം ഒരു 5-6 മിനിറ്റിനുള്ളിൽ എനിക്ക് അവിടെ എത്താം. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സ്കൂട്ടർ എടുത്തു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി, 9:48. പെട്ടെന്ന് തന്നെ ഞാൻ പോയി. പക്ഷെ 1.5 കിലോമീറ്റർ ചെന്നപ്പോഴത്തേക്കും ബ്ലോക്ക്. മഴയുണ്ട്, ബ്ലോക്കിൽ പെട്ടു. എന്തായിരിക്കും ആ സമയത്ത് എന്റെ മനസ്സിലൂടെ കടന്നു പോവുക? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്താ ചിന്തയായിരിക്കും ആ സമയത്ത് വരിക? ഒന്ന് പറയാമോ? കുറെ കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ. യെസ്,
യെസ്, കുറെ കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ. യെസ്, സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്ക് കിട്ടിയ ആ ഒരു ടൈം എന്ന് പറയുന്നത് യെസ് 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 പക്ഷെ അതിനകത്ത് ചെയ്യാവുന്ന സിമ്പിൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആ അവിടെ തന്നെ നമ്മൾ ആ സിസ്റ്ററെ വിളിച്ച് പറയുക, ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആയിരിക്കുകയാണ്, അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് എത്താന്ന് പറയുക. ഓക്കെ സർ. നമ്മുടെ ടെൻഷൻ അവർക്ക് കൂടി കൊടുത്തേക്കോ. ഓക്കെ സർ, താങ്ക് യു. പിന്നെ ആർക്കെങ്കിലും സമയത്ത് എത്താൻ പറ്റുന്നില്ലല്ലോ, പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയായിരിക്കുന്നവരുണ്ടാകുക. തീർച്ചയായും ആ സമയത്ത് ഞാൻ എന്തായിരിക്കും അവിടെ തിരയുന്നുണ്ടാവുക? എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കൂ. ഗ്യാപ്പ് ഉണ്ടോ നോക്കൂ. യെസ്, ഇനി ആർക്കെങ്കിലും കൂടെ വാച്ച് നോക്കും. സാറ് പറഞ്ഞത് ഞാൻ കേട്ടില്ല, നല്ല ഇടിവിട്ട്. കൂടെ വാച്ച് നോക്കും. ആ വാച്ച് നോക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ഇടയില് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയുണ്ട്. ഷോർട്ട് കട്ട് ഉണ്ടാവോ അല്ലേ? അതെ. അതുവരെ നേരെ ആ ഹൈവേ കൂടെ തന്നെ പോകണമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ, മുന്നിൽ ഒരു തടസ്സം വന്നപ്പോ എന്റെ ചിന്തയിൽ ഒരുപക്ഷെ വരുന്നത് ഷോർട്ട് കട്ടിനെ കുറിച്ചായിരിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നതും ഈ ഒരു വിചാരത്തെ കുറിച്ചാണ്, ഒരു വീണ്ടു വിചാരം. ഓക്കെ, ഞാൻ എന്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ആണോ? കാണാമോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ നമ്മള് ഒരു കാര്യം, അതായത് ജീവിതത്തില് അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെ, ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു വീണ്ടു വിചാരം കടന്നു വരിക. യെസ്, എന്റെ വിഷയത്തിന്റെ പേര് നേരത്തെ കേട്ട പോലെ തന്നെ വോൾവർ എ പെൻസർ. പേര് കേട്ടിട്ട് പേടിക്കണ്ട, സാർ പറഞ്ഞ പോലെ സ്പാനിഷിനോട് എന്തോ ഒരു അടുപ്പം, അതുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു. ഇത്രയേ ഉള്ളൂ അർത്ഥം, ടു തിങ്ക് എഗെയിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും നമുക്ക് ഇതുപോലെ ചില ചിന്തകൾ കടന്നു വരിക? ഒന്ന് പറയാൻ പറ്റൂ? നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചോളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നിൽ ഒരു തടസ്സം വന്ന് പെട്ടപ്പോൾ ചിന്തിച്ചു. അതുപോലെ ഇനി എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിചാരം കടന്നു വരാൻ സാധ്യത? ഒന്ന് ആലോചിച്ചു നോക്കൂ. അർജന്റായിട്ട് പോകാൻ ഇറങ്ങി നിന്നപ്പോഴാണ് ഗസ്റ്റ് വരുന്നത്. ഓക്കെ, അവിടെ വന്ന ഒരു തടസ്സം. യെസ്, ഇനി വേറെ എന്തെങ്കിലും ഒരു ചിന്ത? താങ്ക് യു സർ. ഇതെപ്പോഴും പറഞ്ഞപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അതെടുക്കാമായിരുന്നല്ലോ, ആ ഓപ്ഷൻ എടുക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു റീതിങ്കിങ് ഉണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കും. ഇത് ഒരു റീതിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് അഗൈൻ, ഇങ്ങനെയും ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളൊരു റിമോഴ്സ്. ഓക്കെ സർ, താങ്ക് യു. കൊടുക്ക ഒരു 5. താങ്ക് യു സർ. ഇതുപോലെ ചില സാഹചര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്റെ ഉള്ളിൽ കൂടെ കടന്നുപോയ ചില ചിന്തകൾ, അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം കടന്നു വരുന്നത് ഇതുപോലെ ഒരു തടസ്സം, എന്തെങ്കിലും ഒരു തടസ്സം കടന്നു വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറ്റി ചിന്തിക്കും അല്ലെ? ഞാൻ LLB പഠിച്ചത് മംഗലാപുരത്താണ്. ഞാൻ അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് 3rd ഇയർ LLB വന്നപ്പോൾ വളരെ ആഘോഷമായിട്ട് 3 പേപ്പർ പൊട്ടി. അപ്പൊ തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഈ പൊട്ടിപ്പോയി എന്നുള്ളത് ചിന്തിക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാനൊന്ന് ചിന്തിച്ചു, ഇതുവരെ പഠിച്ച രീതിയിൽ പഠിച്ചാൽ ഇനിയിപ്പോ ഇതായിരിക്കും റിസൾട്ട്. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വേ ഓഫ് സ്റ്റഡി ഒക്കെ ചേഞ്ച് ചെയ്തു. കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങനെ കുറെ ചിന്തകളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിലേക്ക് ഞാൻ എത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഒരു പഠനത്തിന്റെ ഒരു രസകരം ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങിയത്.
ഈ ലേറ്റസ്റ്റ് ഈ അടുത്ത കാലം വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും ചിന്തയിലുണ്ട് പഠിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ LLB വരെ കഴിഞ്ഞ് നിർത്തി ആ പ്രാക്ടീസോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കൊക്കെ തന്നെ പോയി ഇരിക്കേണ്ട അവസ്ഥ ആയേനെ. പക്ഷെ അവിടെ ഒരു തടസ്സം, ആ ഒരു തോൽവി, അതിന്റെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാനൊന്ന് മാറ്റി ചിന്തിച്ചത്, അത് എൻ്റെ ഉള്ളിൽ ഒരു വിജയമായി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ? ആരാണ്? മിക്കി മൗസ് ആരുടെ കഥാപാത്രമാണ്? യെസ് യെസ് യെസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ വാൾട്ടർ ഡിസ്നിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ഒരു നല്ലൊരു ചിത്രകാരനായിരുന്നു. പക്ഷേ എങ്ങും എത്തിയില്ല, ഒന്നുകൊണ്ടും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നടക്കുകയാണ്. വരച്ചു വെച്ച ചിത്രങ്ങളൊന്നും ചെലവായില്ല, വിൽക്കാൻ വേണ്ടി വെച്ചതും ഒന്നും ശരിയായില്ല, പട്ടിണിയാണ് ഉണ്ടായ അവസ്ഥ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഡിസ്നിനെ അവിടുത്തെ ഒരു പുരോഹിതൻ വിളിക്കുകയാണ്. ആ പള്ളിയിൽ കുറച്ച് ഈ ബാനറുകളൊക്കെ എഴുതുന്ന ഒരു ഇതിനു വേണ്ടിയിട്ട് ഡിസ്നിനെ വിളിക്കുകയാണ്. അപ്പോ അദ്ദേഹം ആ ഫാദറിന്റെ കൂടെ ചെല്ലുന്നു. ഫാദർ അവിടെ ഒരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലമാണ്, അവിടെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് നിനക്ക് ചെയ്യാം, ജോലികളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതാണെങ്കിൽ എലികളുടെ സങ്കേതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പെരിച്ചാഴി, വലിയ എലി, അതുപോലുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. തന്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ ആ എലികളുടെ ഓട്ടം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഡിസ്നിയുടെ മുമ്പിൽ ഒരു എലി പ്രത്യേകം ശ്രദ്ധ ആകർഷിച്ചു എന്ന് പറയാം. ആ എലി അതിനെക്കുറിച്ച് ചിന്തിച്ച് അവസാനം ആ എലി അദ്ദേഹത്തിന്റെ വരയിൽ ഈ കാണുന്ന മിക്കി മൗസ് ആയിട്ട് രൂപപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ എലി അന്ന് കയറി ഉടക്കിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ദാരിദ്ര്യവും ആ ചിന്തകളിൽ നിന്നും ആ അച്ഛൻ അവസരം കൊടുത്തപ്പോൾ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ, ആ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരാളെ നമ്മൾ അറിയില്ലായിരുന്നു. പക്ഷേ ഒരു വീണ്ടും വിചാരം, കിട്ടിയ അവസരം വീണ്ടും ഉപയോഗിക്കാൻ തയ്യാറായതുകൊണ്ട് ഇത് അവിടെ സ്ട്രൈക്ക് ഇല്ലേ, ഒന്ന് ക്ലിക്കായി എന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കി, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ മുന്നിലുണ്ടായിരുന്ന ആ തടസ്സത്തിനെ നീക്കാൻ അദ്ദേഹം കിട്ടിയ അവസരം ഉപയോഗിച്ചു. അവിടെ അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരം ഉണ്ടായി എന്ന് തന്നെ പറയാം. വേറൊരു കഥാപാത്രം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ വരുമ്പോ അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആലോചിക്കും അല്ലെ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ഭയം ബ്രേക്ക് ചെയ്യാൻ ഒരു വീട്ടു വിചാരം നടത്തിയ ഒരു അവസ്ഥ? പിന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ സാർ. നല്ല തണുപ്പുള്ള ഈ മഴയത്ത് രാവിലെ കുളിക്കാനായിട്ട് നോക്ക്, ഒരു വെള്ളം മേത്തേക്ക് എടുത്ത് ഒഴിച്ചാൽ മതി. നിങ്ങൾ ഒഴിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വല്ലാത്ത ഇങ്ങനെ തണുക്കും വിചാരിച്ചിരിക്കും. പക്ഷെ ഒരു മഗ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പ്രശ്നം തീരും. ഓക്കെ, അത് ശരിയാ. ആ സ്റ്റാർട്ടിങ് മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. മിക്കവാറും ആളുകൾക്കുള്ള മറ്റൊരു പ്രശ്നം സ്റ്റേജ് ഫിയർ ആണ്, സഭാകമ്പം. യെസ് സാർ. അതിനും ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ തീരുള്ളൂ അല്ലേ സാർ? മുന്നോട്ട് വന്നാൽ മാത്രമേ ആ ഭയം ഉള്ളിൽ നിന്ന് പോവുള്ളൂ. എനിക്ക് ചെറിയ പ്രായത്തിൽ ഈ നായ്ക്കളെ കണ്ടാൽ ഭയങ്കര പേടിയാ. അങ്ങനെ ഒരു സമയത്ത് ഈ പേടി ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു ദിവസം റോട്ടിലൂടെ പോയപ്പോ, അതിരാവിലെയാണ്, പള്ളിയിലോട്ട് പോകുന്ന സമയത്ത്, എനിക്കെതിരെ വന്ന ഒരു നായ അതെന്നെ പിടിച്ച് കടിച്ചു. അത് ആ നായയുടെ കടി ഏറ്റതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ഉള്ളിൽ ഒരു ഭയം നിന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അതിനെ കണ്ടപ്പോൾ ഞാനും പേടിച്ചിട്ടുണ്ടാവും. അതിന് എന്നെ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരുപക്ഷെ അങ്ങനെ വന്നതായിരിക്കാം. എൻ്റെ ഉള്ളിലൂടെ കുറെ ചിന്തകൾ കടന്നുപോയി. അപ്പൊ ഞാൻ മനസ്സിൽ എൻ്റെ മൈൻഡിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനു പേടിക്കണം, ഒരുപാട് ആളുകൾ നായ്ക്കളെ വളർത്തുന്നില്ലേ. അങ്ങനെ എൻ്റെ ആ ഒരു ഭയത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ 2 നായ്ക്കളെ വളർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ
ഒരു ഭയത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചിന്ത എടുത്തിട്ട് അതിൽ നിന്ന് മുന്നോട്ട് കയറി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആൽഫ്രഡ് ഹാജോസ്. കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഇല്ല, കേട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ഹാജോസ് എന്നുള്ളത് നാവികൻ എന്ന പേരാണ്. ഹംഗേറിയൻ ഭാഷയിലാണ് അങ്ങനെ നാവികൻ എന്ന് വിളിക്കുന്ന ഒരു പേര്. അത് അദ്ദേഹത്തിന് ആ പേര് വരാനുണ്ടായ ഒരു കാരണം, ഇദ്ദേഹത്തിന്റെ 13 വയസ്സുള്ളപ്പോ അച്ഛൻ ഡാനൂബ് നദിയിൽ മുങ്ങി മരിച്ച അച്ഛന്റെ മൃതദേഹത്തിന്റെ മുമ്പില് ഭയന്ന് പകച്ചു നിൽക്കുന്ന ഒരു 13 വയസ്സുകാരൻ. നീന്തൽ അറിയാത്തത് കൊണ്ടാണ് തൻ്റെ അച്ഛന് ഇങ്ങനെ മരണം സംഭവിച്ചത് എന്ന ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കയറി. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം നീന്തൽ പഠിക്കാൻ ആരംഭിച്ചു. അന്ന് തന്നെ അദ്ദേഹം ഹാജോസ് എന്ന പേരും സ്വീകരിച്ചു. ഹംഗേറിയൻ ഭാഷയിൽ നാവികൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ് ആഥൻസ് ഒളിമ്പിക്സ് വരുന്നത്. അന്ന് ഒളിമ്പിക്സ് നടക്കുന്നത് പോലെ സ്വിമ്മിംഗ് പൂളുകളൊന്നും ഇല്ലല്ലോ, ആ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മത്സരം നടക്കുന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തിലായിരുന്നു. 10 ഡിഗ്രി സെൽഷ്യസിൽ തണുത്ത് മരവിച്ച് കിടക്കുന്ന സമുദ്രം. എന്നിട്ടും 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ 1 മിനിറ്റ് 22 സെക്കൻഡ് കൊണ്ട് ഹാജോസ് വിജയത്തിലെത്തിയത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വിജയമാണ്. തണുപ്പിനെ ചെറുക്കാനായിട്ട് 1/2 ഇഞ്ച് കനത്തിലാണ് ഗ്രീസ് മേത്ത് തേച്ചത്. എന്നിട്ട് 1200 ഫ്രീ സ്റ്റൈൽ മത്സരത്തില് 18 മിനിറ്റ് 22 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ആ വിജയത്തിന്റെ ദൂരം നീന്തിക്കടന്ന് സ്വർണം നേടി. ഒരു ഭയത്തിൽ നിന്ന് കയറി വന്നതാ. മരണത്തെ മുഖാമുഖം കണ്ട ഹാജോസിനോട് ആ വിജയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ചെയ്തത്, ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് നോക്കുക, ഒരു ഭയം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന രീതി. നമ്മൾ ആ ഒരു വീണ്ടും വിചാരം ഉള്ളിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ്. ഇദ്ദേഹത്തെ നോക്കുക, ഡിയാഡുൻ ഡിസി. റുവാണ്ട എന്ന രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? 2 മാസം കൊണ്ട് 10 ലക്ഷം പേരെ കൊന്നൊടുക്കിയ രാജ്യമാണ്. വംശീയ കലാപമാണ് നടക്കുന്നത്, അതും 1994. അന്ന് 14 വയസ്സായി ഡിസിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡിസിയോട് അച്ഛൻ പറയാണ്, മോനെ അന്ത്യപ്രാർത്ഥന ചെയ്തോ, പ്രാർത്ഥിച്ചോളൂ നീ, കാരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മരിക്കും. ആ അച്ഛനിൽ നിന്ന് ആ ഡയലോഗ് കേട്ടതും ഡിസി ഇറങ്ങി ഓടി, മൈലുകളോളം ഓടി. എന്നിട്ട് അദ്ദേഹം 2007 ഒക്ടോബർ 27 ഡൽഹിയിൽ നടന്ന വോഡഫോൺ ഹാഫ് മാരത്തണിൽ 1ാമതെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഓട്ടക്കാരനായത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, അന്ന് ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഐ വാണ്ടഡ് ടു ലിവ്, ഐ റാൻ ഫോർ ലൈഫ്. ഇവിടെയും ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു. ഒരു ഭയം ഉള്ളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന, അതായത് എങ്ങനെയെങ്കിലും അതിനെ അതിജീവിക്കണം, ആ ഒരു വീണ്ടും വിചാരത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇനി ഒരു അവസരം കൂടി ഉണ്ട്. അതെങ്ങനെയായിരിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞ 2 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞു, തടസ്സങ്ങൾ വരുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഒരു വീണ്ടും വിചാരം എടുക്കും. ഒരു ഭയം ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകും. ഇനി ഞാൻ ചിന്തിക്കാത്ത എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് കിട്ടാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടാകുമോ എന്തെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ആശയം വരുന്നുണ്ടോന്ന്. ഒരു ചിന്ത തരുമ്പോ ചിന്തിക്കാനുള്ള അവസരം കൂടി തരണ്ടേ? അല്ലെ, നമുക്ക് കഴിവ് ഉണ്ട്. നമ്മൾ ആ കഴിവ് പലപ്പോഴും കണ്ടെത്തുന്നത് ഇതുപോലെ വല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് വലിയ ചേഞ്ചസ്, വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുള്ളൂ. യെസ് സർ, താങ്ക് യു.
അവിടെ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കും സ്ഥാനമുണ്ടല്ലോ. ദൈവത്തിന്റെ തീർച്ചയായും ശക്തിയില് തീർച്ചയായും തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ആ ശക്തി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ എനിക്ക് പറയാനുള്ള തീർച്ചയായും താങ്ക് യു. എന്റെ തോട്ടം എന്ന് വെച്ചാലേ ആ ഇതേപോലെയുള്ള സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് നമുക്ക് വേണം. യെസ് യെസ് സർ അതാണ് എന്റെ ചിന്ത. അല്ല എങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ആകില്ലായിരുന്നു. യെസ് ശരിക്കും സാധാരണഗതിയിലെ പരാജയം നേരിടുമ്പോഴാണ് വീണ്ടും വിചാരം. ഓക്കെ സർ ഓക്കെ വിജയത്തിലുണ്ടാവില്ല. വിജയത്തിലതൊരു തുടർച്ചയാണല്ലോ. അവിടെ വീണ്ടും വിചാരത്തിന്റെ ആവശ്യമില്ല. തെറ്റിലേക്ക് കണ്ടിന്യൂ എന്ന് എനിക്ക് തോന്നുന്നു. യെസ് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ മാത്രമേ ആ വീണ്ടും വിചാരം അവിടെ വർക്ക് ആവുള്ളൂ അല്ലേ? ട്രിഗർ അതാണ്. ഫെയിലിയർ ആണ് ട്രിഗർ. ഓക്കെ സർ. ശാന്തമായി ഒഴുകുന്ന ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നുവെന്ന്. പക്ഷെ അത് Yes. ചിലപ്പം വലിയ വിജയത്തിലേക്ക് നമ്മളെ നയിക്കും. യെസ് സർ താങ്ക് യു കൊടു. ഓക്കെ സർ. ജിബി, ആ മനുഷ്യർക്ക് അറിയപ്പെടാനുള്ള വ്യഗ്രത മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ആ ഓക്കെ സർ. അടിസ്ഥാന വ്യഗ്രതയായിരിക്കാം ഈ തോൽവിയിലും പരാജയത്തിലും അടിപ്പെട്ടു പോകാതെ എന്നെ മറ്റുള്ളവർ അറിയണം എന്നുള്ള ഒരു ആ വ്യഗ്രത കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പ്രവർത്തികളിലേക്ക് വരുന്നത്. ചിലതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട് സർ. തോറ്റു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അതിജീവിച്ചേ പറ്റൂ. ആ ഒരു ചിന്ത വരുന്നത് കഴിയുമ്പോൾ കേറിപ്പോരണം, രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത. ചിലരാണെങ്കിൽ തളർന്നു പോകും, അതോടുകൂടി ഡിമ്മായി പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോ മൂന്നാമതൊരു പോയിന്റ് കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. നിങ്ങളൊന്ന് ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നോക്കിക്കോളൂ. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സീൻ കാണുമ്പോ, അല്ലെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ വെച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സീൻ ഉണ്ടായാൽ നമ്മളൊന്ന് വീണ്ടും ചിന്തിക്കില്ലേ? ചിന്തിക്കോ? ഷുവർ. ഉറപ്പാ ചിന്തിക്കും അല്ലെ? നമ്മുടെ ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നു പോകും. പിക്ചർ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. അല്ല, പിക്ചറിൽ ഞാൻ പറഞ്ഞു, പിക്ചറിനെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇത് ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഒരു പിക്ചർ, എന്തെങ്കിലും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പിക്ചർ കണ്ടാൽ നമ്മളൊന്ന് ചിന്തിക്കും. യെസ്, അങ്ങനെ ഒരാൾ ചിന്തിച്ചിരുന്നു, നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാം അല്ലേ? രത്തൻ ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നു ആ ചിന്ത. ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത്, കുണ്ടും കുഴിയുമുള്ള ഒരു റോഡില് ഒരു സ്കൂട്ടർ ഫാമിലി മഴയത്ത് നനഞ്ഞൊലിച്ച് അങ്ങനെ പോകുന്നു. രണ്ട് കുട്ടികൾ, ഒരു കുട്ടി മുന്നിലുണ്ട്, ഒരു കുട്ടി പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളില് ആ ഒരു ചെറിയ കുടുംബത്തിന്റെ യാത്ര അതത്ര സുരക്ഷിതമല്ലാത്തൊരു യാത്രയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു തോന്നൽ. അവിടുന്ന് അദ്ദേഹം ഒന്ന് ചിന്തിക്കുവാണ്. ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നുപോയത് ഒരു സാധാരണക്കാരൻ ഒരു കാറ്, ഒരു ചെറിയ ഫാമിലിക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് മഴയത്തും വെയിലത്തുമൊക്കെ ഒന്ന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അദ്ദേഹം കണ്ട ഒരു സീൻ, ആ ഒരു സ്കൂട്ടർ ഫാമിലിയുടെ യാത്ര അദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടി. അവിടെ അദ്ദേഹം ഒന്ന് വീണ്ടും വിചാരം നടത്തി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാനോ കാറ് ജന്മമെടുത്തത്. ഒരു സുരക്ഷിതമല്ലാത്ത ഒരു യാത്രയ്ക്ക് എങ്ങനെ തനിക്ക് ഒരു സുരക്ഷിതമേകാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നാനോ കാർ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഓടിച്ചിരുന്നു കുറച്ചു കാലം. നല്ല വണ്ടിയാട്ടോ. ഞാൻ അപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത്രയും ചെറിയൊരു വണ്ടി, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് അങ്ങനെ കടന്നു പോയത് കൊണ്ട് ഒരു സാധാരണ ഫാമിലിക്ക് പോലും ഇത് സാധ്യമായി എന്നുള്ളതാണ്. വേറെ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്താണ്. ബാബ ആംതെ, ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ. ഇദ്ദേഹം ഇന്ത്യ പ്രസ്ഥാനത്തിൽ വാർധയിലെ ഒരു സമ്പന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച്, അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു, നല്ല തിരക്കുള്ള ഒരു വക്കീലായിരുന്നു. മുരളീധരൻ ദേവിദാസ് ആംതെ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇദ്ദേഹമാണ് പിന്നീട് ബാബ ആംതെ ആയിട്ട് മാറിയത്.
അത് അദ്ദേഹം അങ്ങനെ ആവാനുണ്ടായ ഒരു കാരണം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ തിരക്കിനിടയിൽ ഇദ്ദേഹം കണ്ട ഒരു സീൻ, ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം, അദ്ദേഹത്തിനെ അങ്ങനെ മാറ്റിയെടുക്കുന്നത്, ഈ ബാബ ആംതെ ആയിട്ട് മാറ്റുന്നത് തുളസിറാം എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയാണ്. ഇദ്ദേഹം ഈ ആംതെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു മഴയുള്ള സമയത്ത് റോഡിലൂടെ പോകുമ്പോ ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടിട്ട് അദ്ദേഹം ഒന്ന് എത്തി നോക്കി, ഇത് എവിടെ നിന്നാണ് ഈ കരച്ചിൽ. അപ്പോ അവിടെ സൈഡിലായിട്ട് ഒരു മനുഷ്യൻ, വേദന സഹിക്കാൻ പറ്റാതെ പൊളയണ ഒരു മനുഷ്യൻ, കൈകാലുകളിൽ വിരലുകളില്ല, മുഖം നിറയെ വ്രണം, കുഷ്ഠരോഗത്തിന്റെ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ ആംതെ അദ്ദേഹത്തെ എടുത്തിട്ട് മുള കൊണ്ടുള്ള ഒരു കട്ടിലിൽ കിടത്തുകയാണ്. പക്ഷെ ആംതെക്ക് അയാളെ രക്ഷിക്കാനൊന്നും ആയില്ല. ആ ഒരു അനുഭവം, അതാണ് ആംതയെ മാറ്റിമറിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ ആട്ടി ഓടിക്കുന്ന ഒരു ടൈമാണ്. അവർക്ക് തല ചായ്ക്കാൻ പോലും സ്ഥലമില്ല, പട്ടിണിയാ, വേദന, അങ്ങനെ ഒരു ഇതിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ആംതനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് സമ്പന്ന കുടുംബം, അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അദ്ദേഹത്തിന് 100 ഏക്കറിൽ കൂടുതൽ ഫലപുഷ്ടമായിട്ടുള്ള ഭൂമി കിട്ടുന്നുണ്ട്, വലിയ കമ്പനികളുടെ കാറ്, വലിയ വലിയ ആളുകളുമായിട്ടുള്ള സൗഹൃദം, അങ്ങനെ ഒത്തിരി സമ്പന്നമായ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ഈ ഒരു സീൻ, അദ്ദേഹം കുഷ്ഠരോഗികൾക്ക് വേണ്ടി തൻ്റെ ഇതെല്ലാം അവസാനിപ്പിച്ചു, നിർത്തി. എന്നിട്ട് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിൽ കുഷ്ഠരോഗികൾക്കായിട്ട് ഒരു ആശ്രമം നടത്തി. പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അദ്ദേഹം തളർന്നില്ല. കുഷ്ഠരോഗികൾക്ക് അവരുടെ കൂടെ തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ അവരിലാണ് ദൈവത്തെ കാണുന്നത്. അങ്ങനെ അനാഥരായിട്ടുള്ള ആളുകൾക്ക് ആശ്രയമായപ്പോ അവരിട്ട പേരാണ് ബാബ, അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ ബാബ ആംതെ ആയിട്ട് മാറുന്നത് അങ്ങനെയാണ്. അദ്ദേഹം കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹം മെഡിസിൻ പഠിച്ചു. എന്നിട്ട് ഒത്തിരി ഹോസ്പിറ്റലുകൾ തുടങ്ങി. അങ്ങനെ ഏകദേശം 1.5 ലക്ഷത്തോളം കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ട് 94-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, മുരളീധരൻ ദേവിദാസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ബാബെ ആംതെ ആയിട്ട് മാറുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്? ഒരു ഹാർട്ട് ടച്ചിങ് സീൻ അല്ലെ? അവിടെയും ഉണ്ട് ഒരു റീതിങ്കിങ് വന്നു. ഈ ഒരു ആശയം കൂടെ ചേർത്ത് വെച്ചാൽ ഇത് പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞ 3 പോയിന്റുകളോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? യെസ്, തീർച്ചയായും അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റീതിങ്കിങ് യുവർ ലൈഫ്, ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ചിലരൊക്കെ ഇങ്ങനെ കൗൺസിലിംഗിൽ വരുമ്പോൾ ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, എന്നും ഒരു മെഷീൻ പോലെ ഈ ചെയ്ത് തന്നെ ചെയ്യുന്നു, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, എന്താ ജീവിതത്തിനൊരു അർത്ഥമുള്ളത്? ഞാൻ ചോദിക്കാറുണ്ട്, ഒന്ന് മാറ്റിപ്പിടിച്ചുകൂടെ? ചെയ്യേണ്ട ജോലി ചെയ്യണം, പക്ഷെ അതെങ്ങനെ ആസ്വദിച്ച് ചെയ്യാം. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് തുടങ്ങിയാൽ മതി. ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ ഒന്ന് ചിന്തിച്ചിട്ട് ആ ഒരു മനോഭാവത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക ചിന്തകളിലോ ഒക്കെ മാറ്റം വരുത്തിയാൽ ലൈഫ് കുറേ കൂടി ബെറ്റർ ആവില്ലേ? ഞാൻ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന്, സ്കൂൾ കൗൺസിലർ എന്നുള്ള ഒരു ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് അങ്ങനെ റിസൈൻ ചെയ്യാനുണ്ടായത്. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറാവാൻ തുടങ്ങി. എന്ത് ചെയ്യണം എന്ന് ഒന്നുമില്ല, ഒരു ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ. കാരണം ഞാൻ അവിടെ പെട്ടുപോയൊരവസ്ഥ. എപ്പോഴും ആക്റ്റീവായിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റി ചിന്തിച്ചു, പഠിച്ചിട്ട് വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങാം. ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഡിപ്ലോമ 2 എടുക്കുന്നതും 2 സർട്ടിഫിക്കേഷൻ എടുക്കുന്നതും. 2 വർഷം കൊണ്ട് ഞാൻ അതെടുത്തു. ഞാനൊന്ന് മാറ്റി ചിന്തിച്ചെന്നേ. ഇപ്പോ ഈ ഒരു പാഷൻ എന്ന് പറയുന്ന ട്രെയിനിങ് ഫീൽഡിലേക്ക് കൂടുതൽ സമയം കിട്ടുന്നു, ഒപ്പം പ്രൊഫഷൻ കൗൺസിലിങ്ങും മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു എൻജോയ് ചെയ്ത് ജീവിക്കുന്നു.
ഒന്ന് ചില സമയത്തൊക്കെ ഇതുപോലെ ജീവിതത്തിൽ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും. പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. സാധ്യമല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാ പോരെ? യെസ്, നമുക്ക് സാധിക്കും. നമ്മൾ അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നല്ലതാണ്. നമ്മൾ അങ്ങനെ മാറ്റം വരുത്താനൊക്കെ ശ്രമിക്കുന്ന ഇതില് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈ രണ്ട് സംഭവത്തിന് എന്താ ഒരു പ്രത്യേകത. ഈ തൊട്ടാവാടിക്കും ആമയ്ക്കും ഉള്ള ഒരു ഗുണം, രണ്ടിനും കൂടെ ഒരു സെയിം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. വെരി ഗുഡ് ജയശ്രീ മാം. കോഡ്. യെസ്, രണ്ടും ഉള്ളിലോട്ട് വലിയും. ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്ന ആ പോയിന്റുകളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ചിലപ്പോ ഒരു തടസ്സം വരുമ്പോ കുറെ പേരും ഉള്ളിലോട്ട് വലിഞ്ഞു പോകും അല്ലെ? ഒരു ഭയം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും സീന് കണ്ട് ഒരു ടെൻഷനും ഭയമൊക്കെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ വരാനുള്ള ഒരു സാധ്യതയുള്ളതാണ് ഈ രണ്ടിന്റെ സ്വഭാവം, ഒന്നും ഉള്ളിലോട്ട് വലിഞ്ഞു പോകാനുള്ളത്. പക്ഷേ നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കുറച്ചും കൂടെ മുന്നോട്ട് എന്താ പറയാ ഒന്നൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഇതിന്റെ ഉള്ളില് പുറത്തേക്ക് വരും. അങ്ങനെ ശ്രമിച്ച ആളുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, ഉള്ളിലോട്ട് വലിയാതെ പുറത്തേക്ക് വരാൻ ശ്രമിച്ച കുറച്ച് ആളുകളുടെ എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ വരാൻ പറ്റണമെങ്കിൽ, നമുക്ക് ഒന്ന് മുന്നോട്ട് വരാൻ പറ്റണമെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തണം, മനോഭാവത്തിന് തിരുത്തൽ കൊടുക്കണം. എന്താലേ നമുക്ക് ആ ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. യെസ്, ഒന്ന് റീക്യാപ്പ് ചെയ്തേക്കാമോ? എന്താണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്? എന്തായിരുന്നു അത്? യെസ്, തടസ്സങ്ങളെ ഓവർകം ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ബ്രേക്ക് ദ ഫിയർ. യെസ്, താങ്ക് യു. ദ തേർഡ് പോയിന്റ്? യെസ്, ഹാർട്ട് ടച്ചിങ് സീൻ. ഈ 3 ആശയങ്ങളിൽ കൂടെയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീണ്ടു വിചാരത്തെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാല് ഒന്ന് ചിന്തിക്കുക, ഈ വീണ്ടു വിചാരം കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഒരു പുനർജന്മമല്ലേ? റീതിങ്കിങ്ങിലൂടെ നമ്മൾ ഒരു റീബർത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആം ഐ കറക്റ്റ്? യെസ്, നമ്മൾ അങ്ങനെ ഒരു റീബർത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ അരിന്ദം ചൗധരിയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം ആളുകൾ അന്ന് വരെ പരിചയമാകാത്ത ഒരു കാര്യം ചെയ്യാൻ മടിക്കും, പിന്നീട് അത് ചെയ്യാനാകില്ലെന്ന് ചിന്തിച്ചുറപ്പിക്കും, തുടർന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കും, അത് യാഥാർത്ഥ്യമാണെന്ന് കാണും. അപ്പോൾ മാലോകരെല്ലാം അത്ഭുതപ്പെടും, എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല എന്ന ചിന്തയിൽ മുഴുകും. ഈ വാക്കുകളെ ചിന്തിക്കാനായി ഞാൻ നിങ്ങളിലേക്ക് തന്നുകൊണ്ട് എൻ്റെ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you very much. എന്തെങ്കിലും ഇന്ററാക്ഷൻ ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണോ? പ്രൊഫസറെ? ഇല്ല, ചോദ്യങ്ങളൊന്നും ഇല്ല. വളരെ വ്യക്തമായിട്ടാണ് സൈബി മാഡം പറഞ്ഞത്. വളരെ സുന്ദരമായിട്ടുള്ള അവതരണമായിരുന്നു. അവസാനം തന്നെ ആ സന്ദേശവും, കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ട് ഇത് നമുക്ക് നേരത്തെ തോന്നിയില്ല എന്നുള്ളത്. അതിലേക്കൊരു എത്തിനോട്ടമായിരുന്നു ഇന്നത്തെ സെഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. Your way of presentation also was really wonderful. Very pleasant way of presentation.
മിക്കവരും വീഡിയോ ഓഫ് ചെയ്തിട്ടും ആ കോൺഫിഡൻസ് മാഡത്തിലുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നിയില്ലേ? പലരും വീഡിയോ ഓഫ് ചെയ്തിട്ടും that I appreciate in you, that courage, that cheerfulness, whatever happens, even if nobody opens this one video, I will do it. I can do it. I will succeed. Okay, that was really wonderful, touching. I appreciate. ദുർഗാപ്രസാദ് സാർ. സാർ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെച്ചാ. സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ആർക്കൊന്നും പറയാനില്ല, കടമയിലേക്ക് കടന്നോട്ടെ സാറേ. നമ്മുടെ 105ാമത്തെ എപ്പിസോഡ് വളരെ മനോഹരമായ ഒരു സായം സന്ധ്യ. അത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഈ ക്ലാസ്സിലൂടെ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഏവർക്കും കഴിഞ്ഞു. കാരണം ട്രെയിനേഴ്സിൻ്റെയും കൗൺസിലേഴ്സും ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണല്ലോ നമ്മുടെ. ഒരുപാട് ആ പേര് തന്നെ ഒരു പുതുമ, അത് തന്നെയാണ് ചിന്തിച്ചത്. അതൊരു റീതിങ്കിന് തന്നെ ഒരു അവസരമായിരുന്നു. വോൾവറെ പെൻസർ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്കൊന്ന് കടക്കട്ടെ. ആദ്യം നമ്മുടെ ജോൺ ബേബി സാർ. ഇപ്പം നമ്മുടെ പ്രിയങ്കരനായ ഒരു സാരഥി, നമ്മളെ ആവേശപൂർവ്വം മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ജോൺ ബേബി സാറിന് ഔപചാരികതയുടെ പേരിലായി നന്ദി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി സാറ് സജു സാർ. എനിക്ക് തോന്നുന്നത് ബഹുമുഖമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഉന്നതമായൊരു കാഴ്ചപ്പാടുണ്ട്. എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉത്തേജനം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി സാറ് സജു സാറിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പടയാട്ടി സാറ്, അദ്ദേഹം നമ്മുടെ ട്രഷററാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഒരു പടയാട്ടി ടച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ആ മുഖം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ ആകർഷിക്കും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ ആർക്കും തോന്നുകയില്ല. അങ്ങനെയുള്ള പടയാട്ടി സാറ്, അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട്. ആ ശൈലി തന്നെ നമുക്ക് മാതൃകയാക്കാൻ കഴിയും. അദ്ദേഹത്തിന് KCTTUവിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ ട്രെയിനറെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും ആസ്വദിക്കുകയായിരുന്നു. നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും ആ എന്താ പറയുന്ന ഒരു സുസ്മേരവദനയായിരിക്കുന്ന സൈബി ജോസിലെ ബഹുമുഖ വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഇൻട്രൊഡക്ഷനിലൂടെ. കാരണം അഡ്വക്കേറ്റാണ്, സൈക്കോളജിസ്റ്റാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു അധ്യാപികയുടെ റോളും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വളരെ തന്മയത്വമായിട്ട് തന്നെ എന്താ പറയുക നമ്മളെ കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മളൊരു ആ പേര് കൂടെ തന്നെ ഞാൻ ആദ്യം പോലെ ചിന്തിച്ച് എന്തായിരിക്കാം ഇത്, ആ ടോപ്പിക്ക് തന്നെ അങ്ങനെയായിരുന്നു. അതായത് അദ്ദേഹം അവസാനിപ്പിച്ച് റീതിങ്ക് ടു റീബർത്ത്. വളരെ മനോഹരമായിട്ട് പല ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ഉദാഹരണങ്ങൾ നേരത്തെ നമ്മളെ രസിപ്പിച്ച് ക്ലാസ് എടുത്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കടമനിട്ടയുടെ ഒരു കവിത ഓർമ്മ വരിക. കണ്ണ് വേണം ഇരുപുറവും, എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. ഇത്ര മനോഹരമായ രീതിയിൽ മറ്റൊരു ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിൽ ആ മാം അവതരിപ്പിച്ചു. താങ്ക് യു മാം, വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക KCTTUവിൻ്റെ ആ ഒരു എന്താ പറയുന്ന അകൈതവമായ നന്ദി ഞാൻ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജോസഫ് സാറുണ്ട്, KCTTUയുടെ ഒരുപാട് ഭാരവാഹികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ആരുടെയും സമയക്കുറവ് മൂലം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മുടെ എപ്പോഴും ഉറവിൻ്റെ, അത് മാത്രമല്ല KCTTUവിൻ്റെ തന്നെ ഒരു അഭിമാനം എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഓഡിയൻസാണ്. ഇത്രയും പേര് ആദ്യം തുടക്കം പറഞ്ഞതൊക്കെ തന്നെ മഴയത്തും വിപരീത കാലാവസ്ഥയിലും ചിലരൊക്കെ ആ വീഡിയോ കൂടെ തന്നെ വന്ന് ഞാൻ ശ്രദ്ധിക്കാറ്. ചിലരൊക്കെ അത് എന്തുകൊണ്ടോ ഓഫായി പോകുന്നുണ്ടെങ്കിൽ പോലും ആദ്യം പോലെ അവസാനം വരെയും ആ സമയം പോയത് അറിയാതെ തന്നെ അതിലേക്ക് രസിച്ചിരുന്ന ഏവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സാർ. താങ്ക് യു ഓൾ. നിർത്താലോ? Thank you very much. Thank you. ഞാൻ ഫീഡ്ബാക്കുകളൊന്നും
ഏയ് അത് കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞല്ലോ. എന്തായാലും 40 പേരുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതുകൊണ്ട് മോർ ദാൻ 40 ഐ തിങ്ക്. ഈ പറഞ്ഞ പോലെ ജോസഫ് സാർ ഒന്ന് എല്ലാവരും ഒന്ന് ജോസഫ് സാർ ചെയ്യണം. ജോസഫ് സാർ എന്തെങ്കിലുമൊക്കെ ഇടുന്ന് പറയുമ്പോൾ ഒരു ഇത് കിട്ടിയല്ലോ സാറേ. അതല്ല ഞാൻ പറയുന്നത്.